അപ്പം ഞാനിത് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക കാരണമാണ്, ഞാൻ എവിടെയോ ഒരു സ്പാർക്ക് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. പിന്നെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. ഇത് കട്ട് ചെയ്ത് കളയാളെ. എനിക്ക് അന്ന് അറിയത്തില്ല ഇത് ആരുടെ കൂടെയാ ഞാൻ ഈ നിക്കുന്നതെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ല. ഇന്ത്യൻ പീനൽ കോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം IPC. സാമന്തയുടെ കട്ടുണ്ട് ആരും പറഞ്ഞിട്ടുണ്ട്. സമന്ത കേക്കണ്ട. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ. ഇത് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ആണെങ്കിൽ വാഴ 2 ഇസ് ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ മൂവി വേൾഡ് മീഡിയയുടെ കൂടെ ഉള്ളത് ഇപ്പം തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ എന്ന സിനിമയിലെ വാഴയല്ലാത്ത ഒരു സ്റ്റാറാണ്. സോ ലെറ്റ്സ് വെൽക്കം മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. ഹായ് മീനാക്ഷി. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പം ഇരിക്കുന്നത് വാഴ എന്നതിൻ്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ മലയാളികൾ ഫസ്റ്റ് മീനാക്ഷിയെ കണ്ടത് വാഴയിലല്ല, വാങ്കിലാണ്. അതായത് VKP സാറിന്റെ മകള് കാവ്യപ്രകാശ് മാമിന്റെ ഡയറക്ഷനിൽ വന്ന ഉണ്ണിയാർ സാറിന്റെ കഥ. അപ്പം അത്തരം ഒരു സിനിമയിൽ നിന്നും ഒരു എനിക്ക് തോന്നുന്നു 2021 റിലീസ്. അപ്പൊ ആ ഒരു സമയത്ത് നിന്നും വാങ്കിൽ നിന്ന് ഇപ്പം വാഴയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ആ ഒരു ഗ്യാപ്പ് നല്ലൊരു ജേർണി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട്, ഈവൻ ദോ മൂവീസ് വരുന്നില്ല പോലും. ഇപ്പോൾ വാഴയിലെത്തി നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. നമ്മുടെ മായ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പേരിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതാണിപ്പോൾ വാങ്കിൽ നമ്മൾ കണ്ട മീനാക്ഷി അല്ല ഒരിക്കലും. കാരണം നമുക്ക് ലുക്ക് പോലും തീരെ സിമിലാരിറ്റി വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ വാങ്കിലുള്ള ക്യാരക്ടറിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹെയർ കട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ മെച്യൂരിറ്റി കുറച്ച് കുറഞ്ഞു. രണ്ടും കോളേജ് കാലഘട്ടമാണ് കാണിക്കുന്നത്, എന്നാൽ കൂടെ കുറച്ചുകൂടെ ക്യൂട്ട് ആ ഒരു ലുക്കിലേക്ക് വന്നു. സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വാങ്ക് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. പക്ഷേ വാഴ എന്ന് പറയുന്നത് കുറെ കൂടെ കൊമേഴ്ഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ്, ഇമോഷണൽ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു കൂടുതലും എന്റർടൈൻമെന്റ് ഫൺ ആ ഒരു സാധനമാണ്. ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് ടീമുമായിട്ടുള്ള ഒരു വർക്കിംഗ്? ഇപ്പോൾ രണ്ട് ടീമും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് നമുക്ക് പല പല എക്സ്പീരിയൻസസ് ആണല്ലോ ഓരോ ഡിഫറെൻറ്റ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. വാങ്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നൊരു ഹാൻഡിൽ ചെയ്യുന്നൊരു മൂവിയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വാഴയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഫുൾ ടീം അലമ്പും ടോട്ടൽ ഫണ്ണും ഭയങ്കര ചില്ലായിട്ടുള്ളൊരു സെറ്റായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു മൂവിയാണ് വാഴ. ഇപ്പോൾ വിപിൻ ചേട്ടനായാലും ആനന്ദായാലും എൻറ്റയർ ടീം, നമ്മുടെ ബോയ്സ് ടീം എല്ലാവരും ആയാലും ഭയങ്കര ജോളി ആൻഡ് ഫൺ, അങ്ങനെ പോയ ഒരു പടമാണ് വാഴ. നമ്മൾ വാങ്കിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ട് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞല്ലോ, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താന്ന് പറയാൻ പറ്റുമോ? അത് ചിലപ്പം എനിക്ക് മാത്രമായിരിക്കും ആ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവും. അച്ഛനാണോ? അപ്പൊ അച്ഛനായിട്ടുള്ള ഒരു ഇമോഷണൽ രണ്ടിലും മെയിൻ ആയിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സാധനം അതാരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ ഏതോ ഇപ്പൊ മായാണ് ആദ്യമായിട്ട് ഇപ്പൊ പറയുന്നത്. എന്ത് ആ ഒരു ഡിഫറൻസ്? അത് എന്താ പറയാ, ആക്ച്വലി ശരിയാ. ആലോചിക്കുമ്പോ അച്ഛന്റെ ഒരു പരിപാടി വരുന്നുണ്ട്. എങ്ങനെയോ വരുന്നത് എനിക്കറിയത്തില്ല അതെന്താ, ഒരു ലെക്ക് പോലെ അതെങ്ങനെയോ വരുന്നു, വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ആ ഒരു വാങ്കിലെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പേടിക്കുക, എന്തേ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാരും. കാരണം അതിൽ തന്നെ ചോദിക്കുന്നത് നിനക്ക് പ്രായം കുറച്ച് ഇറക്കി പിടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് മീനാക്ഷിക്ക് സിനിമയോടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയായിരുന്നു? കാരണം നമുക്ക് കിട്ടുമ്പോ ഇത് വർക്കാവോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഇൻഡസ്ട്രിയിൽ വളരെ കത്തി നിൽക്കുന്ന ആക്ടേഴ്സിന് പോലും ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ടൈം ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഇല്ലായിരുന്നു. അത് കൂടുതലൊന്നും നമുക്ക് അറിയില്ല സിനിമേനെ പറ്റി. എങ്ങനെയാണ് ഞാനിപ്പോൾ ആക്ട് ചെയ്താൽ എങ്ങനെ വരും, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, എങ്ങനെയാണ് ഫുൾ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഒന്നും അറിയാതെയാണ് വാങ്ക് ചെയ്യുന്നത്. ഇപ്പോഴും എല്ലാം അറിയുന്നതെന്നല്ല ഞാൻ പറയുന്നത്. വാഴ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, എവിടേക്കോ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വാഴയിലേക്ക് വരുമ്പോൾ. വാങ്കെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത ഒരു പടമാണ്. ആ ഒരു ഈ ഒരു ഇത്രയും കാലമായിട്ട് മൂവിയിൽ ഇടയിലും മൂവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഈ മൂവി ഫീൽഡിലേക്ക്. അപ്പം ഇത്തരം ഒരു ക്യാരക്ടർ ഇപ്പം മായ വരുന്ന സമയത്ത് ക്യാരക്ടറിനപ്പുറം ഇപ്പൊ ഒരു ലുക്ക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഓക്കെ മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ പറയുമ്പോൾ
ഈ ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ആ ക്യാരക്ടർ ആൾക്കാരെ ഏറ്റെടുത്തില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? കാരണം നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വന്ന സമയത്ത്? അങ്ങനെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് കൂടുതൽ ഞാൻ അയ്യോ എൻ്റെ മുടി പോയി അങ്ങനൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അവർ പറഞ്ഞു ഓഡിഷന് ഞാൻ പോയതുകൊണ്ടാണല്ലോ അവരെന്നെ എൻ്റെ അടുത്ത് അറിയായിരുന്നു മുടി വെട്ടണം. ഈ ഹീറോയിൻ കോളെന്ന് ഇട്ടിട്ടുള്ളതിൽ കിൽബില്ല് മറ്റേ ഹീറോയിൻ്റെ ഹെയർ കട്ട് വെച്ചിട്ട് അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടം വരെ കട്ട് ചെയ്യത്തുള്ളൂ എന്ന്. ഓഡിഷന് പോയപ്പോഴാണ് ബോയ് കട്ടായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്കായിരുന്നു. അമ്മയ്ക്ക് അയ്യോ മുടി വെട്ടണ്ടെന്ന് അമ്മ നോ അങ്ങനെ പറയത്തില്ല. എന്നാലും അമ്മ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും മുടിയൊക്കെ പോവാ. ഔട്ട് വന്ന സമയത്ത് എന്തായിരുന്നു? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ഭയങ്കര എൻ്റെ സൈഡിൽ ഇരുന്നാണ് ഫുള്ള് പടം കണ്ടത്. അപ്പൊ അമ്മ ഭയങ്കര ഇമോഷണലൊക്കെ അതൊക്കെ കണ്ടു. ശരി, നിങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കര ക്യൂട്ടായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരൊക്കെ വാഴകളാണ്. പക്ഷെ മായ എന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഓറിയന്റഡ് ആയിട്ടുള്ള ലൈഫിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു കോംബോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സിജു ആയിട്ടുള്ള അതെങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഈസി ആയിരുന്നു സിജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാതെ അവർ പറയുന്നു ഇതാണ് ഷോട്ട്, ഞങ്ങൾ എന്തൊക്കെയൊക്കെ കാണിക്കുന്നു, അത് വർക്ക്ഔട്ട് ആവുന്നു. അങ്ങനെ ഭയങ്കര ഈസി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു സിജുവിൻ്റെ കൂടെ. ഫുൾ റോസ്റ്റിംഗ് ആണ് ഇവര്. നമ്മളിപ്പോൾ ഒരു ഷോട്ടിന് മുന്നേ ഒക്കെ കയറുമ്പോൾ അവിടുന്ന് ഒക്കെ ആയിരിക്കും റോസ്റ്റിംഗ്. നമുക്കൊന്ന് മറ്റേ കൗണ്ടർ അടിക്കാനുള്ള ഗ്യാപ്പ് തരത്തില്ല. അങ്ങനെയാണ് റോസ്റ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയായത് കിട്ടുന്നുണ്ട്. അതെ, പക്ഷെ ഞാൻ പിടിച്ചിരുന്നു. ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പം ക്യാരക്ടറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്തത്, അതായത് ഒരു ടോം ബോയ് ലുക്കാണ് വരുന്നത്. പക്ഷെ അത് ആക്ച്വലി ആ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ അല്ല. പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് അങ്ങനെ ആവുന്നതാണ് ലൈഫിൽ. അച്ഛനൊരു, ഞാൻ കഥ അധികം പറയുന്നില്ല, ഉണ്ടാവല്ലോ. അപ്പം അങ്ങനെ ആവുന്നതാണ്. പിന്നെ അപ്പം ലൈഫായിട്ട്, മീനാക്ഷിയുടെ ലൈഫായിട്ട് ആ ഒരു ക്യാരക്ടറിനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനോ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ? ഞാൻ റിയൽ ലൈഫിൽ ടോം ബോയ് അല്ല. ഞാൻ കുറച്ച് പൊട്ടക്കെട്ട് ഫെമിനിൻ എനർജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള എന്താ, എനിക്കും അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ അങ്ങനെയല്ല. എനിക്ക് എൻ്റെതായ കുറേ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ മായക്ക് ചായ ഇഷ്ടമാണ്, എനിക്കും ചായ ഇഷ്ടമാണ്. എനിക്ക് ചായ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് എല്ലാരും ഡിസ്കസ് ചെയ്യുന്നു. ബാ ചായ, എനിക്ക് മെസ്സേജ് ഒക്കെ നോക്കുമ്പോ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചായ കുടിക്കാം. സത്യം. കാരണം പൊതുവെ നമ്മളിപ്പം കൊച്ചി ലൈഫ് ആണെങ്കിൽ കൂടെ എല്ലായിടത്തും തട്ടുകടകൾ ഉണ്ടാവും. ഞാൻ സിനിമ കാണുമ്പോൾ കൂടെ വിചാരിച്ച് എന്താ ഇവര് തട്ടുകടയിൽ പോവാത്ത? രണ്ട് ഇതാണ് കാണിക്കുന്നത്, ഹോസ്പിറ്റലാണ് മെയിൻ ആയിട്ടുള്ള, പിന്നെ വേറെ അമ്പലം, പഴംപൊരി. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് അല്ല. അപ്പൊ അത് കേട്ടപ്പോ അങ്ങനെ ഒരു ഇത് തോന്നി, അത് പുതിയതാണല്ലോ. അത് ആ ഒരു വിപിൻ ചാട്ടനും ആനന്ദും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ തന്നെ എനിക്ക് അത് കൊള്ളാമല്ലോ, ഹോസ്പിറ്റലിലാരും ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ അത് ക്ലിക്ക് ആവുന്നു. ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കര ഇത്രയും ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെയൊക്കെയോ വർക്കൗട്ടായി. സിനിമയിലുള്ളൊരു മെയിൻ അറ്റ് ദ സെയിം ടൈം ഇമോഷണലും അതേസമയം കുറച്ച് കോമഡി ആയിട്ടുള്ളൊരു സീനായിരുന്നു സിജു വന്നിട്ട് ആ ഒരു നൈറ്റില് അച്ഛനിരിക്കെ സംസാരിക്കുന്ന ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ട് ചെയ്ത സമയത്ത്? കാരണം ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. പക്ഷെ അച്ഛനെ നോക്കുമ്പോൾ മായയുടെ ലൈഫ് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഇമോഷനാണ് വരുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്തു? അത് സ്മൂത്ത് ആയിട്ട് പോയി. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതാണ് ഞാൻ എങ്ങനെയൊക്കെയോ അതിങ്ങനെ ചെയ്തു പോയി. രസമുണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് ടൈമിൽ. ഇപ്പൊ അനീഷേട്ടൻ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ഒരു കോ പ്രൊഡ്യൂസറാണ് അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ടൻ വന്നിരിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ അലമ്പുന്നു, സിജു അവിടെ ഡയലോഗ് പറയുന്നു, മഴ പെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ നാൾ മഴ പെയ്തു, ഒരു 6 ദിവസം. അതെ, ആ ഷോട്ട് എപ്പം ഞങ്ങൾ കൊണ്ടുവച്ചാലും അപ്പം മഴ പെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകൾ പറയുക. സിജുവിൻ്റെ അടുത്ത പടത്തിലെ കഥയൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ പല പല കഥകൾ പറയുക. അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ ചില്ല് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സീനാണ്. അതെ. സിജു ആയിട്ടുള്ള കോംബോ പറയുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഫുൾ കോമഡി ആയിട്ടുള്ള ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കിപ്പം ഹാഷിർ ഉൾപ്പെടെ ജോമൻ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പം നേരത്തെ അധികം ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ കൂടെ നമ്മൾ പറയില്ലേ, ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും ചില ആൾക്കാർ. കാരണം ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് ഏജിൽ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് അങ്ങനെ ചെയ്യണോ? ആ ഒരു രണ്ടില് ഏതാണ് മീനാക്ഷിയുടെ ഒരു വേ? ഓവർ തിങ്കിങ് എനിക്കുണ്ട്, ശരിയാണ്. നല്ല സ്ക്രിപ്റ്റും നല്ല ടീമും അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അങ്ങനെ
എല്ലാം കൂടെ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നല്ല പരിപാടികൾ വന്നാൽ ചെയ്യും, അങ്ങനെയാണ് ഇപ്പോഴത്തെ. വിപിൻ ചേട്ടൻ അത് പിന്നെ അതിപ്പോ പറയാനുണ്ടോ, വിപിൻ ചേട്ടന് നമ്മൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്ത് പോയൊരു പടമാണ് വാഴ. ഗുരുവായൂരായാലും അന്താക്ഷരി തൊട്ടേ എനിക്ക് വിപിൻ ചേട്ടൻ്റെ ക്രാഫ്റ്റ് ഫെമിലിയർ ആണ്. പിന്നെ ജയ 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 ഹേ, അത് മതിയല്ലോ, നമ്മൾ അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ഗുരുവായൂരമ്പല നടയിൽ ഇറങ്ങി ആ ഒരു ഹിറ്റായ സമയത്താണ് ഇതിന്റെ പോസ്റ്റേഴ്സ്. അപ്പം എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഗുരുവായൂരിന്റെ ഒരു സ്കെഡ്യൂളിന് മുന്നേ ഞാൻ വാഴയും ഗുരുവായൂരും ഒരുമിച്ചാണ് നടന്നത്. അപ്പൊ വാഴയുടെ സെക്കൻഡ് സ്കെഡ്യൂളിന് മുന്നേ ഗുരുവായൂരിന്റെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗുരുവായൂരിന്റെ സെറ്റില് എനിക്ക് ഒരുമാതിരി ഫാമിലി ഒരു അവരുടെ പടം എൻ്റെ ഒരു പടം പോലെയാണ് എനിക്ക് തോന്നി. അവിടെ ചെല്ലാൻ ഞാൻ സെറ്റ് ആണ്, ഭയങ്കര അമ്പലത്തിന്റെ ഒക്കെ ഒരു മൂഡൊക്കെ കിട്ടുക, എനിക്ക് എല്ലാവരും ഒരു എന്റെ ഒരു പടം അതാണ്, അങ്ങനെ എനിക്ക് തോന്നി. അതുപോലെ ഇതിലെ ആക്ടേഴ്സ് തന്നെയാണ് അതിലും അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അവരെല്ലാരും അവിടെ ഉണ്ട്, അന്ന് വാ, അങ്ങനത്തെ ഒരു ചെൽമൂടായിരുന്നു മൊത്തത്തിൽ. ഇപ്പം സിനിമ ഒരു സ്വപ്നമായിരുന്നു, അത് ചെറുപ്പം മുതലേ ഉള്ളതാണോ? എന്നായിരുന്നു ഓക്കെ സിനിമയാണ് എന്റെ ലക്ഷ്യം, ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? അതൊരു വലിയ കഥയാണ്. പറഞ്ഞോളൂ. അത് ഇപ്പൊ ഞാൻ 3rd സ്റ്റാൻഡേർഡിലോ 2nd എന്തായിരുന്നു, അപ്പോൾ ഞാൻ തൊമ്മനും മക്കളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മമ്മൂക്ക മറ്റേ ക്ലൈമാക്സ് സീക്വൻസിന്റെ എന്താ മറ്റേ ലാലങ്കൾ വെള്ളത്തിനകത്ത് സേവ് ചെയ്യാൻ വരത്തില്ലേ മമ്മൂക്ക, അപ്പൊ അതിങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പൊ ഞാൻ മമ്മൂക്കയുടെ സെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക കാരണമാണ് ഞാൻ എവിടെയോ ഒരു സ്പാർക്ക് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതെ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോ മമ്മൂക്ക ചിരിച്ചു, അങ്ങനെയായിരുന്നു. അപ്പൊ അതെ, അത് പടം ഡയറക്ട് ചെയ്യുന്ന ഗൗതം വാസുദേവ് മേനൻ. നമ്മള് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയും ഗൗതം സാറും കൂടെ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് വന്ന സമയത്ത് അതില് പോസ്റ്റേഴ്സിലും പൂജയിലൊക്കെ 3 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഏതാണ് ഈ ബോബി ദ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട്, പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സും പെട്ടെന്ന് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കോള് വരികയെന്നൊക്കെ പറയാം. നമുക്കത് ഭയങ്കര ഒരു സന്തോഷം മാത്രല്ല, ഓക്കെ എനിക്ക് എന്നെ അവിടുന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നുണ്ടാവുക. അപ്പം എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ കോള് കിട്ടിയപ്പോൾ. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് കോള് വന്നു, ഒരു ചെറിയ ഓഡിഷൻ പോലെ ഇവരെല്ലാവരെയും പോയി മീറ്റ് ചെയ്തു, അങ്ങനെ ഇന്നായി. ഞാൻ ഭയങ്കര എന്താ പറയുക ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. മമ്മൂക്കയുടെയും ഗൗതം വാസുദേവ് മേനൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സാറും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഗൗതം സാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, വെരി കംഫർട്ടബിൾ ടു വർക്ക്. ഇപ്പം അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം 3 പടങ്ങളാണെന്ന് തോന്നുന്നു, മീൻസ് അനൗൺസ് ചെയ്തിട്ട് മീൻസ് ഇറങ്ങിയത് ഇപ്പൊ 2 എണ്ണം, ഇതിപ്പോ മമ്മൂക്കയുടെ. അപ്പം ആദ്യത്തെ 2 എണ്ണത്തിലും കുറെ കൂടെ യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ് വരുന്നത്, കാവ്യ ആണെങ്കിലും ആനന്ദാണെങ്കിലും. ഗൗതം സാറിനേക്ക് വരുമ്പോൾ കുറെ കൂടെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമകൾ ചെയ്ത ആ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട്? ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ പറയുന്ന നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ആലോചിക്കാതെ ചെയ്താൽ എങ്ങനെ ശരിയാവും, അത് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവർ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, അത് കറക്റ്റ് ആവുന്നു, അങ്ങനെയാണ്. ഓക്കെ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണോ, അതോ കയ്യിൽ നിന്ന് വല്ലതും ഇടാറുണ്ടോ സജഷൻസോ, അങ്ങനെ? അതോ ഇനി ഭാവിയിൽ അങ്ങനെ? എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ഡയറക്ടർ ആക്ടർ ആവാനാണ് താല്പര്യം. ഡയറക്ടർ എന്ത് പറയുന്നു അത് വൃത്തിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ ഐ എം ഹാപ്പി. അല്ലാതെ കയ്യിൽ നിന്ന് വാഴയിലൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കയ്യിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുറെ നമ്മുടെ മൂവിയില് ഡബിങ്ങിന്റെ ടൈമിൽ നമ്മൾ കുറെ ഇംപ്രവൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിലെ ചിരികൾ മേടിച്ചു കൂട്ടുന്ന സീൻസും ആണ്. ഒരുപാട് സീൻസ് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ ഡയലോഗ്സ് ആയിരിക്കും. അതെ 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 അതെ. ഇപ്പൊ വിപിൻ ചേട്ടനായാലും ആനന്ദായാലും അതിനുള്ള സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അവര് ഇച്ചിരി ഓവർ ഫ്രീഡം തന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ എന്തും ചെയ്യാം, എന്തും പറയാം. കൊള്ളത്തില്ലെങ്കിൽ അവര് പച്ചയ്ക്ക് പറയും, അല്ലെങ്കിൽ അവര് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഗുരുവായൂരമ്പല നടയിലിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് അനശ്വരയും നിഖിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ആക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ചുറ്റും നിന്നിട്ട് അങ്ങോട്ട് അപമാനിക്കുകയായിരിക്കും. ഇവള് കുറച്ചുകൂടെ സൗന്ദര്യമുള്ള ആളായിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അപമാനിക്കുമായിരുന്നു.
അപ്പം ഈ സെറ്റിലും സെയിം. അപ്പം അത് അഭിനയിക്കാൻ പോകുമ്പോ ഓ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഷോട്ടിന് മുന്നേ ഞാൻ സിജുവായിട്ടുള്ള ഒരു ഷോട്ടിന് മുന്നേ വിപിൻ ചേട്ടൻ വന്നിട്ട് എന്തെന്നത് എപ്പോൾ വന്നാലും ഒരു മഴ അത് ഷോട്ടിന് തൊട്ട് മുന്നേ ഞാനാണെങ്കിൽ ഡയലോഗ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പം ഞാൻ വിപിൻ ചേട്ടനോട് ഷോട്ടിന് മുന്നെങ്കിലും ഒന്ന് വെറുതെ വിട്. അപ്പോൾ വിപിൻ ചേട്ടൻ പറഞ്ഞ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും അഭിനയിക്കാൻ പറ്റണം. അതൊരു വലിയ ലേണിംഗുമാണ്. നമ്മളെ മാനസികമായി തളർത്തിയാലും സ്ട്രോങ് ആക്കാനാ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. അതെ. പക്ഷെ ഭയങ്കര രസമാണ്. അതൊക്കെ എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത്, അല്ലാതെ വേറെ സീനൊന്നും ഇല്ല. നമുക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളല്ല. ഒരു ആസ് ആൻ ആക്ടർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫിലിം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും. അത് രണ്ട് രീതിയിൽ ശ്രമിക്കും. ഒന്ന്, ചിലർ പറയും ഞങ്ങൾ നല്ലതിന് വേണ്ടി പറയുന്നല്ലേ, ആ ഫീൽഡ് അത്ര കൊള്ളില്ല, പോണ്ടെന്ന് പറയും. ചിലര് എനിക്ക് പറ്റുന്നില്ല അപ്പൊ അവളും പോണ്ട, ആ ഒരു രീതിയിൽ പിന്നോട്ട് വലിക്കും. അത്തരത്തിലുള്ളൊരു പിൻവലികളൊക്കെ ഉണ്ടായിരുന്നു, ഫേസ് ചെയ്യേണ്ടി വന്നു. ലക്കിലി എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബ്ലെസ്ഡ് ആയത് എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഞാനിപ്പോൾ അഭിനയിക്കുന്ന എല്ലാ ടീം, ഇപ്പോൾ വാങ്ക് തൊട്ട് ഇപ്പോൾ വാഴ വരെ കൂടെ ഉണ്ടായിരുന്നുള്ള എല്ലാ ആൾക്കാരും നല്ല ജെന്യുവൻ ആയിട്ടുള്ള നല്ല ആൾക്കാരുടെ കൂടെയാണ് ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. അത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്കൊരു പിൻവലി ഉണ്ടായിട്ടില്ല ലൈഫിൽ. ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. ഒറ്റ മോളാണോ? കുറച്ച് ഫ്രീഡം കൂടുതലാണോ? ചെറുതായിട്ട്. അമ്മ ആക്ടിങ് ലൊക്കേഷനിലൊക്കെ വരാം. അമ്മ എപ്പോഴും എന്തെങ്കിലും സജഷൻ, നീ അവിടെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയോ? അമ്മ സജഷൻ ഒന്നുമില്ല. അമ്മയും ഇപ്പൊ അമ്മ എന്നെ പോലെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് കൂട്ടത്തിലിരുന്നാലും അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് പോലെ, അല്ലാതെ ഒരു സീരിയസ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കേട്ടോണ്ടിരിക്കും. കുറച്ചൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യണ്ട, വീട്ടിൽ ചെന്നിട്ടായിരിക്കും അതിന്റെ ഒരു. അതെ. അപ്പൊ അമ്മ ചില്ലാണ്, അങ്ങ് പോന്നു. ഫിലിം ഒരു പാഷനാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു അഡ്വക്കേറ്റ് ആവാൻ, വക്കീലാവാൻ. അത് പാഷനല്ല, താല്പര്യപ്പെട്ടു പോയതല്ലേ? അത് എങ്ങനെയാ പോയി? ഞാൻ എങ്ങനെയായിരുന്നു വക്കീലിലേക്ക് എത്തിപ്പെട്ടത്? അതും അമ്മയാണ് കാരണം. അമ്മ ഒരു ദിവസം ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്തോ അന്ന് വെറുതെ ഒരു ദിവസം രാവിലെ പറഞ്ഞാണ്, എന്നാ പിന്നെ ട്രൈ ചെയ്യാം. അങ്ങനെ എഴുതി കുസാറ്റിൽ കയറി. അങ്ങനെ ഒരുപാട് നിയമങ്ങളും പഠിക്കാൻ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു അല്ല ഫസ്റ്റ് അല്ല മറ്റേ ഇതുവരെ പൊട്ടിയിട്ടില്ല. ഞാൻ തന്നെ എന്നെ പറ്റി എങ്ങനെ പറയാ? എന്നെ പറ്റി എങ്ങനെ? ഞാൻ തന്നെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകും. കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നുമല്ല, എങ്ങനെയൊക്കെയോ അങ്ങ് പാസ്സായി പോകുന്ന ഒരു നല്ല. ഇപ്പം വാഴ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് വാഴകളുടെ കഥ എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല എന്ന് തോന്നുന്നു. നമ്മൾ പറയില്ലേ ഇവന് പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. ശരിക്കും വാഴ വളരെ ഉപകാരപ്പെട്ട സാധനം, പക്ഷെ നമ്മൾ കൊളോക്കിയലി യൂസ് ചെയ്യുന്നത് വാഴ, ഇവനൊരു വാഴ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ വെച്ചാൽ, സമൂഹത്തില് ഇപ്പൊ നമ്മൾ ഈ സോക്കോളിൽ കുറെ വാഴകൾ ഉണ്ടാവുമല്ലോ, അതിന് ഒരു തരത്തിൽ പാരന്റ്സ് കൂടെ കാരണമല്ലേ? അതെങ്ങനെയാണ് ഇപ്പം സിനിമയിലായാലും കുറെ കൂടെ അത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമയിൽ നമ്മുടെ നോബി ചേട്ടൻ്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവൻ ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. ആ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം. എല്ലാവരും ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു വാല്യൂ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പോൾ മായയുടെ ഒരു പരിപാടി, എനിക്ക് മായ എന്നാ പേര് അല്ല ക്യാരക്ടർ അല്ല, കൺഫ്യൂഷനായി. അപ്പം അത് വർക്കൗട്ട് ആവണമെന്നില്ല, പക്ഷെ വേറൊരാൾക്ക് അത് വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ വേണ്ടി വർക്ക് ചെയ്ത ആരും വാഴകളല്ല. എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ് അവർ ലോകത്തേക്ക് വരുന്നത്. അത് അത്രേ ഉള്ളൂ. ആരും വാഴകളായിട്ട് ജീവിക്കുന്നില്ല ഇവിടെ, ജനിക്കുന്നേ ഇല്ല. അതാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ആയി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ പറഞ്ഞ പോലെ സോക്കോൾഡ് വാഴ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് അതെ. വാഴ 2 ഉണ്ടോ? അറിഞ്ഞൂടാ. അത് വേറെ ടീം തന്നെ? വേറെ ടീമല്ല, നമ്മളുടെ തന്നെ ഡയറക്ട് ചെയ്യുന്ന സവിൻ ചാടനാണ് നമ്മളുടെ അസോസിയേറ്റ് ആണ്, വാഴയുടെ അസോസിയേറ്റ് ആണ്. പിന്നെ ക്യാമറ DOP ചെയ്യുന്ന അഖിൽ ലൈലാസരൻ. എല്ലാം നമ്മളുടെ വാഴയിലെ ടീമിന്റെ ആൾക്കാർ തന്നെയാണ്. പിന്നെ പ്രൊഡക്ഷനും നമ്മൾ സെയിം ആണ്,
മ്യൂസിക് മാത്രം വിപിൻ ചേട്ടൻ ഇപ്പൊ സെർച്ചിങ് എന്നും പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക. അടുത്ത് തന്നെ. അപ്പൊ അധികം വിവരങ്ങളൊന്നും പുറത്തില്ല. ഹാഷിറിന്റെ അതെ, ഹാഷിർ ടീം ആയിരിക്കും. ഇത് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ആണെങ്കിൽ വാഴ 2 ഇസ് ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരെ പേര് പറയാം കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പൊ അവരെ പറ്റി ഒരു 2 വാക്കിൽ കവിയാതെ എന്താ പറയാ, അവരെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ഓർമ്മ, അങ്ങനെ എന്തെങ്കിലും. സിജു അജോ തോമസ്. സിജു ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ ഫസ്റ്റ് നായകൻ. അതെ അതെ അതെ, അടിപൊളിയാണ്. കോട്ടയം നസീർക്ക. ഞാൻ സീനിയർ ആക്ടർ ആയിട്ടുള്ളൊരു സീൻ വാഴയില് കോട്ടയം നസീർക്കായിട്ടായിരുന്നു. ആ നമ്മളുടെ പറയാം, ക്ലൈമാക്സിലെ ഒരു ബ്യൂട്ടിഫുൾ സീനാണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു പടമാണ്. നസീർക്ക ഇപ്പം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ സജഷൻ ഷോട്ടിനൊന്നും ഇരിക്കണം എന്നില്ല, പക്ഷെ പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ്. എന്നെ ആ ഒരു സജഷൻ ഷോട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് പോയത്. സെറ്റാണ്. ഓക്കെ. ജോമോൻ മുത്താണ്. ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് ജോമോൻ ഭയങ്കര സൈലന്റ്. അത് തോന്നല്ല, ഇന്റർവ്യൂവിലും എല്ലാം ആയിരിക്കും ജോമോൻ സൈലന്റ്. നമ്മളുടെ കൂടെ ഇപ്പോൾ റൂമിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ ജോമോൻ ഓണാണ്. പൊട്ടിത്തെറിയല്ല, ഓണാണ് ജോമോൻ. ഇപ്പൊ നമ്മുടെ രോമാഞ്ചത്തില് പിന്നെ ഗുരുവായൂരമ്പല നടയിൽ ഫുൾ ആ ഒരു ചില്ലാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പം സിനിമയിലേക്ക് വരുമ്പോഴും നോബി ചേട്ടന് പറ്റിയ മോനാണ്, കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. പക്ഷെ ഇന്റർവ്യൂലേക്ക് വരുന്ന സമയത്ത് ഇന്റർവ്യൂല് ജോമോൻ മിണ്ടില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നു, നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സാഫ് ബോയ്. ഇവരെല്ലാരും അടിപൊളിയാണ്. ഇവരെ കുറിച്ച് ആക്ച്വലി എനിക്ക് ഇഷ്ടംപോലെ കഥകളുണ്ട് പറയാൻ, അതൊന്നും പറയാൻ പറ്റാത്ത കഥകളാണ്. ഞങ്ങള് ഇപ്പൊ ഏകദേശം എത്രയായി, 1 വർഷമായി എല്ലാവരും കൂടെ. ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ, ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ്, എല്ലാവരും കൊച്ചിയിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെ. ഇപ്പൊ സാഫായാലും അനു ആയാലും അമിത് ആയാലും സിജു ആയാലും ജോമോൻ ആയാലും. ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ശ്രുതി സിയ എല്ലാവരും. അതെ, പേടിയാ. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് പറയാൻ. അനശ്വര എൻ്റെ വാങ്കില് കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, വെരി പ്രൊഫഷണൽ. അതാണ് അനശ്വര. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഉദാഹരണം സുജാതയിൽ വന്നിട്ട് അന്ന് കണ്ട ആ കുട്ടിയിൽ നിന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് സ്റ്റേറ്റ് അവാർഡിൽ വരെ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. ആ നേരിലെ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നു. വെരി ഹാപ്പി ദാറ്റ് നമ്മളുടെ ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ നല്ലോണം പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നന്ദന എൻ്റെ അടിപൊളി ഫ്രണ്ടാണ്. നിങ്ങളുടെ എനിക്കൊന്ന് വാങ്ങി ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ കുറെ വീഡിയോസ് ഒക്കെ വന്ന് കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ കുറെ ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ചെറുതായിട്ട്. നന്ദു ഭയങ്കര എൻ്റെ ഒരു ലിറ്റിൽ സിസ്റ്റർ പോലെയാണ്. ഇളയതാണ്. ശരിക്കും എത്ര വയസ്സായി? എന്റെയോ? വയസ്സ് പറയാൻ പാടില്ല. അങ്ങനൊന്നുമില്ല, 26. ഓക്കെ. ലെന ചേച്ചി. ലെന മാമിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. എന്താ, പൂജയിലാണ് ഞാൻ മീറ്റ് ചെയ്തത്. ഭയങ്കര ഞങ്ങള് ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങള് മുടി സെയിം ആയിരുന്നു ആദ്യം കണ്ടപ്പോ. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്ത ടൈമിൽ, എടാ നീ ലെന മാമിനെ പോലെ ഉണ്ട്. അത് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇത് കേട്ട എനിക്ക് തല്ല് കിട്ടും അങ്ങനെയല്ല. എനിക്ക് തോന്നിട്ട് ഒരു സാമന്തയുടെ കട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. സാമന്ത ഇല്ല, ഒരു ക്യൂട്ട് ഫേസ് അല്ല. എനിക്ക് ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഇപ്പം വാങ്കിലുള്ള ലുക്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇപ്പം സമന്ത കേക്കണ്ട. ഓക്കെ. അപ്പം എനിക്ക് മീനാക്ഷി ഒരു വക്കീൽ പഠിക്കുന്ന കുട്ടിയാന്നൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് കുറച്ച് ടാസ്കുകൾ തരാൻ തോന്നി. അതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു, ഞാൻ തപ്പി കണ്ടുപിടിച്ചാണ്. അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഒരു ജസ്റ്റ് പാത്ത് മാത്രമാണ്, ലക്ഷ്യം നമ്മുടെ ടാസ്ക് ആണ്. ടാസ്ക് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ. ഫസ്റ്റ് പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം. അത് ലോ ആയിട്ട് എന്ത് ലോ വരും? അങ്ങനെ GK ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഇതെല്ലാം ഉത്തരം പറഞ്ഞ ഞാൻ. ഓക്കെ, ഇത് വർഷമാണ്. ഇന്ത്യൻ പീനൽ കോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം. IPC. ഇതായിരുന്നല്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വന്നേ. 1840 ആണോ? 1861. ക്ലോസ് ചെയ്യണം ഒരു നമ്പർ. കറക്റ്റ് ആണെങ്കിലേ ഞാൻ 1840.
അല്ല അല്ല 18 അല്ലേ? 18 ആണ്. 1860 just അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഓ, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു ടാസ്ക് ഫോണിൽ അയച്ചു തരാം. ഫോണിലാ? അയച്ചു തരാം. എന്തുവാ? ഒരു വക്കീൽ എന്ന പേരിൽ ഇത് പറയണം. ഓ, എനിക്ക് മനസ്സിലായി, ഇതെനിക്കറിയാം. നമ്മുടെ ഒരു നെടുനീളം ഡയലോഗ് ആയിരുന്നു. ഞാനത് കുറച്ച് ചുരുക്കി. ഇത് നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗ് അല്ലേ? ഇത് ഞാൻ പറയണോ? അതെ, പറയണം. വൈ നോട്ട്? പ്ലീസ്, ഞാൻ ഏറെലാവും ഇതൊക്കെ പറഞ്ഞു. ഏയ്, നമ്മള് ഇത് മമ്മൂക്കയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഒരു ഫസ്റ്റത്തെ ഭാഗം മാത്രം മതി. നമ്മുടെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഇങ്ങനെ വായിക്കാനല്ല, പിന്നെ കോടതിയിൽ പറയുന്ന അത് മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുന്ന സാധനമാണ്. അത് നമുക്ക് റിയൽ കോടതിയിൽ അങ്ങനൊന്നും ഇല്ല. റിയൽ കോടതിയിൽ വെറുതെ ഇങ്ങനെ ഇത്ര മൂടില്ല. അത്രേ ഉള്ളൂ. റിയൽ കോടതി അത് ഫുള്ള് വായിച്ചേ, ഒരു എനർജിയിൽ വായിച്ചേ. വായിക്ക. ഇത് ടാസ്ക് ആണ്, ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ടാസ്ക് കൊണ്ടുപോയാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഒരിടത്ത് പുറത്ത് വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remind you of something? It is quite unbecoming an officer. I pity you for the dirty game you have played in the case of that manipulator. മതിയാ? ഓക്കെ. അമ്മേ, ആരും ഒന്നും പറയരുത്. അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. ഇത് കട്ട് ചെയ്ത് കളയാളെ. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഉത്തരം പറഞ്ഞാൽ ഞാൻ ടാസ്ക് തരില്ല. ഒക്കെ ഇതുപോലെ അല്ല, ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. 1861. ജസ്റ്റ് ഒരെണ്ണം പോട്ടെ. ഓക്കെ, മമ്മൂക്കയുടെ ഫാൻ ആണല്ലോ. ഡെഫിനറ്റ്ലി. മമ്മൂക്കയ്ക്ക് എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആസ് എൻ ബെസ്റ്റ് ആക്ടർ? കുറേ ഉണ്ട്. നമ്പർ, ഐ വാണ്ട് നമ്പർ. അല്ലേലും ഞാൻ പണ്ടേ മാത്സിൽ വീക്കാണ്. എൻ്റെ അടുത്ത് നമ്പർ പരിപാടി ഒന്നും ചോദിക്കരുത്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തരാം. 9, 6, 8. 6 ലോക്കാണോ? ലോക്ക്. ഓക്കെ, ശരിയാ. അമ്മ എവിടുന്ന് പറഞ്ഞു തന്നാണോ? സീരിയസ്ലി? ഇതിവിടെ സമ്മതിക്കില്ല കേട്ടോ. അമ്മ ഇങ്ങനെ ചീറ്റ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വേണോ? നമ്മുടെ മലയാളം സിനിമയുടെ ഫാദർ ഓഫ് മലയാളം സിനിമ ആരാ? ഇതിന് ഉത്തരം പറഞ്ഞാൽ അതിന്റെ കണക്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, അതല്ല എന്റെ ചോദ്യം. അതല്ല ചോദ്യം വരുന്നേ ഉള്ളൂ. ജെ.സി. ഡാനിയലിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ മൂവി നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച. ഓക്കെ, ക്വസ്റ്റ്യൻ അതല്ല. ഡയറക്റ്റ് ചെയ്തതാരാ? കുറച്ച് പണ്ടായ സെല്ലുലോയിഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതിനകത്ത് മമത മോഹൻദാസ് ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്. അടിപൊളി പടമാണ്. അതെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്ടർ തെന്നി മാറരുത്. ഓക്കെ, അപ്പൊ ടാസ്ക് എടുത്ത് വായിച്ചു. വായിക്കല്ല, അല്ല ആരാ? കമൽ സർ. ഓക്കെ, അപ്പൊ ടാസ്ക്. ഓക്കെ, ചോദ്യം ചോദിക്കുന്നവരെ ഒരു എനർജി വരട്ടെ. ഒരു വക്കീല് അല്ലേ? എല്ലാം പോയിരിക്കും. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രം. അങ്ങനെ നോ, ഇത് എന്റെ ടാസ്ക് അല്ല, ഞാൻ ടാസ്ക് തന്നതാ. രാഷ്ട്രീയം. വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറുങ്കിലടച്ചാലും ഇതൊന്നും ഒറിജിനൽ വക്കീലന്മാർ ഇങ്ങനെ സംസാരിക്കില്ല. അതാണ് വാസ്തവം. നേരിലാണ് ആക്ച്വലി. പക്ഷെ നേരിൽ കൂടെ ഇല്ല, ഒറിജിനൽ കോർട്ടിൽ ഭയങ്കര ബോറടിയാണ്. ഇങ്ങനൊന്നും ഉള്ളത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ടാസ്ക് അവോയ്ഡ് ചെയ്തിരിക്കുന്നു. ഇല്ല, ഇതൊക്കെ നമ്മള് ഇപ്പം നാളെ ഒരു ക്യാരക്ടർ വരികയാണ് വക്കീലായിട്ട്. ഇതുപോലെ സിനിമയിൽ നമ്മൾ ഇങ്ങനെയല്ലേ വക്കീലിനെ കാണിക്കുള്ളൂ. ഭയങ്കര സൈലന്റ് ആയിട്ട് കോടതി മുറി കാണിച്ച് ആര് കാണും? ഇപ്പൊ കുറച്ചൊരു പഞ്ച് ഡയലോഗ് വന്നു കഴിഞ്ഞാല് ഇപ്പത്തെ ഇപ്പൊ നേരിലായാലും സിദ്ദിഖ് സാറ് പറയുന്ന സംഭവങ്ങളൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. വെരി നോർമൽ, യൂഷ്വൽ, നാച്ചുറൽ ഡയലോഗ്സ് ആണ്. ഇപ്പൊ സിനിമ മാറിയില്ലേ കുറെ. അപ്പൊ ഇനി അങ്ങനെ ടാസ്ക് ഒഴിവാക്കാനല്ല, എന്നാലും കുഴപ്പം, ഞാൻ വായിപ്പിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനോട് കൂടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതിൽ ഡയലോഗ് തീർന്നു ആക്ച്വലി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത് ഉത്തരം പറയില്ല, എന്നാലും ചോദിക്കാം. ഇത്ര കോൺഫിഡൻസ് ഉണ്ടല്ലേ? ഞാൻ പറയില്ല. അല്ല, നേരത്തെ പറഞ്ഞില്ല ലോനെ പറ്റി ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ. ഓക്കെ, ലോ വേണോ അതോ ഒരു ജനറൽ നോളജ് വേണോ? 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്നെ ഭയങ്കര കുഴപ്പമുള്ള സിറ്റുവേഷനിലാണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ലോ ആണ്, ഒന്ന് ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ്, GK. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാം വാസ് ഉണ്ടാക്കിയതോ? ആ ഒരു ടൈം പൊട്ടാറായെന്ന് എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഒരു ഏകദേശ വർഷം.
എറൗണ്ട് എത്തിയാലും ഞാൻ ഇപ്പോൾ ഒരു എത്രയോ വർഷമായി ഒരു റിപ്പോർട്ട് കണ്ടു ഞാൻ. അത്യാവശ്യം കുറേ വർഷമായി. അത് ശരിയാക്കുക, അത്ര എനിക്ക് പറയാൻ. പൊട്ടാതെ നോക്കുക. അപ്പൊ ഉത്തരം അറിയില്ല. ഓക്കെ, വിട്ടോളാം. 1887 95 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഒരു ചെറിയ ഡയലോഗാണ്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ വക്കീലായിട്ടുള്ള പടം ഏതാ? LK ലാൽകൃഷ്ണ. അതിലുള്ള ഒരു ഡയലോഗ്, അത് വലിയ ഡയലോഗായിരുന്നു ആക്ച്വലി. ഞാനത് ചെറുതാക്കി 2 സെന്റൻസ്. മമ്മൂക്കയുടെ ലെജൻഡറി ഡയലോഗും സുരേഷ് സാറിന്റെ ലെജൻഡറി ഡയലോഗും എന്നെ കൊണ്ട് ചെറിയ വാക്ക്, കുഞ്ഞു വാക്ക്. അതോടെ നമ്മള് ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യട്ടെ. അപ്പൊ ഇട്ടാ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം, ഞാനൊരു നിയോഗം മാത്രം. LK ലൈസൻസ് ടു കിൽ. എന്തെങ്കിലും മീൻസ് ഇങ്ങനെയുള്ള സിനിമകളിൽ ഇത്ര ഒരു പഞ്ച് ഡയലോഗ് ഇപ്പൊ വക്കീലായിട്ട് തന്നെ കാണുന്നില്ല, ഒരു പഞ്ച് ഡയലോഗ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ക്യാരക്ടർ അടിപൊളി ക്യാരക്ടർ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഡയലോഗൊക്കെ എല്ലാം അവരുടെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ കൊള്ളാം, എനിക്ക് ചെയ്താൽ കൊള്ളാം, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വന്ന അടിപൊളി. കുറേ ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ അത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഉർവശി മാമിന്റെ ബിഗ് ഫാൻ ഗേളാണ് ഞാൻ. പുള്ളിക്കാരി ചെയ്ത പോലെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എപ്പോഴും ഞാൻ എത്തി നോക്കുന്ന ഒരു ആക്ടറാണ്, ഒരു റോൾ മോഡൽ, ഒരു ബിഗ് ടൈം. പിന്നെ ആലിയ ഭട്ടിന്റെ ദ വേ ഷീ ചൂസ് ദ ക്യാരക്ടർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അതേപോലെ ഒന്നും അനുകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ അത് ഞാൻ എപ്പോഴും ലുക്ക് അപ്പ് ടു ചെയ്യാറുള്ള ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ഇപ്പം മമ്മൂക്ക ഫാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വലിയ ഫാനാണ് അല്ലേ? ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ദുൽഖറിന്റെ നായകന്മാരായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും ഒരു ഫീലിംഗ് ദുൽഖറിന്റെ? പിന്നെ ഡെഫിനറ്റ്ലി സന്തോഷമായിരിക്കും. അതുപോലെ ഇന്നയാളുടെ ഹീറോയിനായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ആരാ? അങ്ങനല്ല, എനിക്ക് ക്യാരക്ടറും സ്ക്രിപ്റ്റും ടീമും അടിപൊളി കിട്ടിയാൽ ആരുടെ കൂടെ ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് ഫഹദിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര, അയ്യോ അതൊക്കെ ആഗ്രഹിക്കാൻ പോലും പറ്റത്, അത്ര ഡിസേർവിംഗ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ആഗ്രഹിക്കാം. ബിഗ് ഫാനാണ്. ഓക്കെ, ഞാൻ മീനാക്ഷിയുടെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ കണ്ടു. നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ സാറിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിന്റെ പിന്നിലെ കഥ എന്താ? അത് ഞങ്ങള് എയർപോർട്ടിൽ അച്ഛനും ഞാനും അമ്മയും എൻ്റെ ഒരു കസനും എവിടെയോ പോവായിരുന്നു. അപ്പൊ അച്ഛൻ എന്തോ കണക്റ്റഡ് ആയിരുന്നു ആരോ വഴി. അപ്പോ എന്തോ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ കൊറേ സെക്യൂരിറ്റി, അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. പക്ഷെ കൊറേ സെക്യൂരിറ്റി ആ ഫോട്ടോയിൽ തന്നെ ഉണ്ട്, കൊറേ പോലീസും. എനിക്ക് അന്ന് അറിയത്തില്ല ഇത് ആരുടെ കൂടെയാ ഞാൻ ഈ നിക്കുന്നതെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ല. പിന്നെ കൊറേ നാൾക്ക് ശേഷമാണ് അമ്മ പറഞ്ഞു തരുന്നത് ഇതാണ് അമിതാഭ് ബച്ചൻ. പിന്നെ കാലം ഇതൊരു നമുക്ക് ചെറുതായിട്ടുള്ളൊരു മൊമെന്റ്. പിന്നെ നമുക്ക് ബോധമില്ലെങ്കിലും അന്ന് ഞാൻ എങ്ങനെയൊക്കെ വീടെത്തി അങ്ങനത്തെ ഒരു മൂഡിൽ എന്തോ ആണ് നിക്കുന്നത്. ആ ഫോട്ടോ നോക്കിയാൽ അറിയാം. അതിലെല്ലാവരും തോന്നുന്ന ഒരു പ്രത്യേക ഭാവം നമുക്ക് സോക്കോൾഡ് സന്തോഷമല്ല, മീൻസ് ക്യാപ്ഷനിൽ വിട്ടിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകതര ഒരു ഡേ ആയിരുന്നു. പിന്നെയാണ് എനിക്ക് അതിന്റെ അയ്യോ അങ്ങനെയൊക്കെ തോന്നിയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മമ്മൂക്കയുടെ കൂടെ സ്ക്രീനിൽ കാണാൻ, അതാണ് ഇനി നമുക്ക് ലുക്ക് അപ്പ് ടു അല്ലേ? സോ അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും സോ ഹാപ്പി. Thank you.